നോക്കി പോണേ. ഈ ചെക്കൻ രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പോടാ പോടാ പോടാ. അതെ, അമ്മയാ പറഞ്ഞത് നോക്കിയിട്ട് പോണെന്ന്. ഹലോ, അതെ, ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, പിന്നെ വിളിക്കാം. ഓക്കേ. എടാ ടിൻഡു, നീ എങ്ങോട്ടാ? മരുന്നു കടയിലേക്കാ. വല്യമ്മച്ചിക്ക് ഭയങ്കര ചുമ, ഇപ്പം വടിയാവുന്നാ തോന്നുന്നേ. അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞാടെ. ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ നമ്മളെല്ലാവരും പോണം മോനെ. ദൈവം തമ്പുരാൻ മോളീന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാ പോരെ അച്ഛോ? ഈ അച്ഛന്റെ ഒരു കാര്യം. എടാ, നിങ്ങള് വരുന്നോ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അളിയ, നിന്റെ ക്ലാസ്സിലെ പെൺപിള്ളേരെല്ലാം പറയുന്നത് നിനക്ക് ഭയങ്കര ജാളിയാണെന്നാണല്ലോ. എപ്പോ നോക്കിയാലും പഠിത്തം മാത്രമാണെന്ന്. അത് ആരും മിണ്ടാൻ വന്നാലും ഞാൻ ഡോണ്ട് ഡിസ്റ്റർബ്, ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയും. അതെന്താടാ, ഒരിക്കൽ കറക്കിയെടുക്കാൻ പാടില്ലായിരുന്നോ? ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അളിയ. മലയാളം പറഞ്ഞാലേ 50 രൂപ ഫൈനാ. എവിടെടാ ഹെൽമെറ്റ്? അത് പിന്നെ സാർ, എനിക്ക് ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ വെക്കാത്തത്. ആഹാ, ആര് പറഞ്ഞു ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കില്ലാന്ന്? ഹെൽമെറ്റ് വെച്ചാ ചെവി കേൾക്കാൻ പറ്റും. ഓ, എങ്കിൽ ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം. എന്റെ മുത്ത